അത്രയ്ക്കൊന്നും ഇല്ല. നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേരിട്ടതാണ്. പക്ഷെ അന്ന് അവര് ക്യാമറ വന്നപ്പോൾ തന്നെ അവര് ഫേസ് ചെയ്തില്ല. ഞാനാണ് ശരി, രേണുശിനും ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി, ആ പേരിൽ തന്നെയാണ് രേണു സുധി ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയാലും ഏത് ഇന്റർവ്യൂ എടുത്താലും ബാക്കിൽ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിന് മുന്നിലിരുന്നിട്ടാണ് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിനെ തള്ളി പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ കൊല്ലം സുധി മരിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചില സിറ്റുവേഷനിൽ ഒട്ടും റെസ്പെക്റ്റ് പോലും കൊടുക്കാത്ത രീതിയിലൊക്കെയാണ് രേണു സുധിയുടെ ഭാഗത്ത് നിന്നും ഇപ്പം കൊല്ലം സുധിനെ പറ്റിയിട്ട് പോലും സംസാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പ്രതീഷും അതുപോലെ തന്നെ, പ്രതീഷ് നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രതീഷും അതുപോലെ തന്നെ രേണു സുധിയും കൂടിയിട്ട് ഒരു ലക്കി ഡ്രോയുമായി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലക്കി ഡ്രോ എന്ന് പറയുന്നത്. നമുക്ക് ഇതിനു മുൻപ് തന്നെ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. SP ഒക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയം, ഒരു വലിയൊരു തട്ടിപ്പ് അവിടെ നടന്നതിന്റെ പേരിൽ ഒരുപാട് വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായതാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഇത്രയും നെഗറ്റീവായൊരു വിഷയം എടുത്തിട്ട് അതേപോലൊരു ലക്കി ഡ്രോയുമായി വന്നിട്ട് കഴിഞ്ഞ ദിവസം പ്രതീഷും അതുപോലെ തന്നെ രേണു സുധിയും വീഡിയോ ചെയ്യുകയുണ്ടായി. എന്നാൽ പിന്നീട് കുറച്ച് മണിക്കൂറുകൾക്കകം, അല്ലെങ്കിൽ ഒരു ദിവസം അവരത് ഇട്ടെന്നാണ് തോന്നുന്നത്, അവരുടെ ചാനലിലത്, അവരുടെ അക്കൗണ്ടിലത് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ പിന്നീട് അത് റിമൂവ് ചെയ്ത് കളയുകയും. പക്ഷെ അപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ അവര് ഇതിനൊരു മറുപടിയുമായിട്ട്, അല്ലെങ്കിൽ ഇത് ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത ശേഷം ഒരു മാപ്പുമായി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് അറിയാതെയാണ് ഇവർ ഈ ഒരു സംഭവം ചെയ്തതെന്ന്. എല്ലാ നെഗറ്റിവിറ്റി എവിടെയുണ്ടോ അവിടെ കയറി നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അത് യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് പ്രതീഷും അതുപോലെ തന്നെ രേണു സുധി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ പാണ്ടിക്കാട് കുഞ്ഞനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയം ഇവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊണ്ട് പ്രയാസമാണ്. അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതീഷിന്റെയും രേണു സുധിയുടെയും ഭാഗത്ത് നിന്ന് ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും സോറിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും പ്രതീഷ് എന്താണ് ഇതിനെ പറ്റിയിട്ട് പറയുന്നത് നമുക്കൊന്ന് ആദ്യം തന്നെ കേട്ടു നോക്കാം. നമസ്കാരം, എന്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഞാന് വേറൊന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ നറുക്കെടുപ്പിന്റേതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, രേണുശിനും ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പറഞ്ഞത് അതിന്റെ ആൾക്കാർ പറഞ്ഞാൽ അതിന്റെ അറിയുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പൊ എത്രയും ഒരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്രയും നമ്മളെക്കാളും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് പ്രതീഷും രേണു സുധിയും. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ ഒരു വിഷയം അറിഞ്ഞിട്ട്, ഈ ഒരു വിഷയം നടന്നിട്ട് അത് അറിഞ്ഞില്ല, എന്നിട്ട് അതേ ഒരു ലക്കി ഡ്രോയുമായിട്ട് ഇവർ വരുന്നു. എന്നിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് അവര് ഞങ്ങളെ പറ്റിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് കുറച്ച് വിശ്വസിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമുണ്ട്. നമ്മളൊരിക്കലും വിചാരിച്ചില്ല, ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അതിന്റെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളോട് എത്തിയത്. പക്ഷെ അവരെപ്പോ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞ വീഡിയോ നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തണ വരെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയില് അവരും നിൽക്കും. കാരണം ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി
ആരുടെയാണോ ആ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവര് തന്നെ അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവര് പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മളടുത്ത് അവര് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒരു ഏറിപ്പോയ ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മളെ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തതാണ്. അത് ഇത്രയും വലിയ സംഭവങ്ങളാണ്, അല്ല ഇത്രയും കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമ. അപ്പോൾ പ്രതീക്ഷ പറയുന്ന ഈ ഒരു വിഷയം എനിക്ക് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാൾ, ഇനി അതൊക്കെ പോട്ടെ, ഇനി നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ വെച്ചോട്ടെ, ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ്, ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് അത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് അന്വേഷിച്ച ശേഷമല്ലേ സാധാരണ ഒരാളൊരു വീഡിയോ ചെയ്തുള്ളൂ. മറ്റുള്ളവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ പൈസയും വാങ്ങിയിട്ടാണ് ചെയ്തത് എന്നുള്ളത് സീക്രട്ട് ഏജന്റ് വിളിച്ച് ചോദിക്കുന്ന സമയത്ത് തന്നെ അവർ പറയുന്നുണ്ട് പൈസ കൊടുത്തിട്ടാണ് ചെയ്തതെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് ചെയ്യണ കാര്യം ഇല്ലീഗലാണോ ലീഗലാണോ, ജനങ്ങൾക്ക് ഇതുമൂലം നമ്മൾ ചെയ്യുന്ന വീഡിയോ മൂലം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടാവോ, എന്തെങ്കിലും പൈസയോ കാര്യങ്ങളോ എന്തെങ്കിലും നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അന്വേഷിച്ചിട്ടല്ലേ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യലും. പോട്ടെ, ലീഗലാണോ ഇല്ലീഗലാണോ എന്തെങ്കിലും അന്വേഷിക്കത്തില്ലേ, അതുപോലും അന്വേഷിച്ചിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, കുറച്ച് പേര് വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ വീഡിയോ ചെയ്തതാണ്, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, സോറി എന്നും പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ അന്വേഷിക്കണം. ഒരിക്കലും ഇത് അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അത് മാത്രമല്ല, എവിടെ നെഗറ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ രേണുസുതിയുടെ നെഗറ്റിവിറ്റി അത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്രതീക്ഷ ബേക്കിൽ തന്നെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായ കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണം എന്നോണം രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വരൂലേ, ഇങ്ങനെ ഭയങ്കരമായിട്ട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വരൂലേ എന്ന് പ്രതീക്ഷയുടെ അടുത്ത് ഒരു വ്യക്തി ചോദിച്ചു. ഈ ആൽബം കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നെഗറ്റിവിറ്റി വരത്തില്ലേ, അല്ലെങ്കിൽ ഒരുപാട് പേര് കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ എന്നൊക്കെ ചോദിച്ച സമയത്ത് പ്രതീക്ഷ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രതീക്ഷ തന്നെ അവർക്ക് തിരിച്ച് റിപ്ലൈ ആയിട്ട് കൊടുത്തൊരു വോയിസ് ആണ്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടുനോക്കാം. അത്രയ്ക്കൊന്നും ഇല്ല, നെഗറ്റീവ് വരും. ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. കേട്ടല്ലോ, ഇതിൻ്റെ അകത്ത് പ്രതീക്ഷ പറയുന്ന വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നെഗറ്റീവ് വരും, നെഗറ്റീവ് വന്നാലേ പോസിറ്റീവ് റീച്ച് കയറത്തുള്ളൂ. അതായത് നെഗറ്റിവിറ്റി, ഇവർക്ക് വരുന്ന നെഗറ്റിവിറ്റി അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രതീക്ഷയും രേണുസുതിയുടെ പിറകെ പോകുന്നത്. നെഗറ്റിവിറ്റി ഉണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആദ്യം ഇവരുടെ ഭാര്യയാണെങ്കിലും എല്ലാവരാണെങ്കിലും വന്നിട്ട് പ്രതികരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവർക്കൊക്കെ ഒരു അന്ധമതി ഈ ഒരു നെഗറ്റിവിറ്റിയിലൂടെയുള്ള റീച്ച് കാര്യങ്ങൾ അവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് രേണുസുതിയിലൂടെ നടക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം രേണുസുതിയുമായി ബന്ധപ്പെട്ടിട്ട് രേണുസുതിയുടെ ഒരു സിസ്റ്ററും അവരുടെ ബന്ധുക്കളൊക്കെ ഇരുന്നിട്ട് ഒരു ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണാനിടയായി. എന്താണ് അവർ പറയുന്നത് മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെയും ഒരു സോഷ്യൽ മീഡിയയിലും ഞാൻ എവിടെയും രേണുസുതിനെ പറ്റിയിട്ട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതല്ലാതെ രേണുസുതിയുടെ വീട്ടുകാരെ പറ്റിയിട്ടോ അവരെ വളരെ മോശം രീതിയിൽ അപമാനിച്ചുകൊണ്ടൊന്നും എവിടെയും ആരും ഒരു റിയാക്ഷൻ വീഡിയോ പോലും ഞാൻ ഇതുവരെ കാണാൻ ഇടയായിട്ടില്ല. എന്നാൽ രേണുസുതിയും രേണുസുതിയുടെ പെങ്ങളാണെന്ന് തോന്നുന്നു, അവരൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇന്റർവ്യൂസിലും കാര്യങ്ങളും അവരെ ആരൊക്കെ അപമാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാപ്പിന്നാ ഞാൻ വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ചേട്ടാ സുചേട്ടൻ പോയിട്ട് ഇപ്പൊ അറിയാലോ, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പറവ് പോയി കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച്, എല്ലാവരെയും അല്ല, കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു പോവുക. എനിക്കും എന്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പൊ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാവരും അല്ല, 2-3 യൂട്യൂബേഴ്സ്, ഒന്ന് അതുൽ ബ്ലോഗേഴ്സ് അറിയത്തില്ല, പിന്നെ ഇന്നലെ സന്ധ്യ. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുൽ വ്ലോഗ്സ് ഇവരെ ഭയങ്കരമായിട്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിതുവരെയും അതുലേട്ടൻ
അതുൽ വ്ളോഗ്സിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ കാണാൻ ഇടയായിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് ഇവരിങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതായത് അവർ ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞൊക്കെയാണ്. അതുൽ വ്ളോഗ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർ ഈ രേണുസുതി തന്നെ പലവട്ടം, അതായത് അനന്തുവിൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്, അവർ സ്റ്റാറ്റസ് ആയിട്ട് പോലും എടുത്തു വെക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ എവിടെയും ഇവരെ വീട്ടുകാരെയൊക്കെ എടുത്ത് പറയുന്നതൊന്നും രേണുസുധീനെ എല്ലാവരും വിമർശിക്കാറുണ്ടതല്ലാതെ അവരുടെ വീട്ടുകാരെയോ അല്ലെങ്കിൽ വേറെ അവരുടെ വീട്ടിലുള്ള ആരെയും വിമർശിച്ചിട്ടൊന്നും ഇവരെയും കണ്ടിട്ടില്ല. പിന്നെ ഇന്നലെ സന്ധ്യ അങ്ങനൊരു ആളും ഇട്ടേക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞങ്ങള് സുധിച്ചേട്ടൻ എന്റെ പപ്പ കൊല്ലാൻ കൂട്ടുന്നത് എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ ഈ പറയുന്നത് ഇവർക്ക്. സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ ഹോസ്പിറ്റലിലായിരുന്നു, സീരിയസ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് അത് കൊല്ലാൻ സുധിയുടെ ആദ്യത്തെ വൈഫാന്നും പറഞ്ഞിട്ടേക്കുന്നത്. പിന്നെ ഞാൻ എന്റെ സഹോദരിയുമായിട്ട് എന്തോ എതിരെ രംഗത്തെന്നും പറഞ്ഞ ആദ്യം എന്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് രമ്യെന്നൊക്കെ. അപ്പം എന്തോ നമ്മളോട് മുൻ വൈരാഗ്യം പോലെ അവര് സുധിച്ചേട്ടനെ കടക്കാരാക്കിയത് ഞങ്ങളാണ്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടന്റെ മക്കൾക്ക് മറ്റേ HDC അവര് വെച്ചു കൊടുത്ത വീട് നമ്മുടെ സുധിച്ചേട്ടന്റെ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തത് അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവരെ ഒറ്റയ്ക്കാവുമല്ലോ എന്നോർത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക്, അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് റെന്റിനെടുത്താ, കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് ഇവരെ ഭയങ്കര മോശമായിട്ട് യൂട്യൂബേഴ്സ് കാര്യങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് പറഞ്ഞു എന്നൊക്കെയാണ്. ഞാൻ ഇതുവരെ എവിടെയും ഇവർ അങ്ങനെ പറയുന്നത് പോലെ തന്നെ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. അതുൽ വ്ളോഗ്സ് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്, എവിടെയും അതുലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അതുലേട്ടൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഇതിനൊരു റിപ്ലൈ എന്നോണം ഒരു വീഡിയോസും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. എവിടെ പോയാലും അന്ന് വന്ന് അതാണ് എന്റെ അവസ്ഥ. എന്തായാലും ചേച്ചിയുടെ അച്ഛനെയൊക്കെ ഞാൻ എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് തകർക്കുകയാണ്. അതുപോലെ കുറെ യൂട്യൂബേഴ്സ് വേറെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾ ആരാണ് തകർക്കാൻ ശ്രമിച്ചത്? ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല. പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ഒരു ചോദ്യം കാണും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഒരു കാര്യമില്ലാതെ ഒരു ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതെന്നെ കൊളാബറേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം, കൊളാബറേറ്റ് ചെയ്തു. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം ഞാനൊരു ലവിന്റെ ഇമോജി ഇട്ട്, നിങ്ങളും ലവിന്റെ ഇമോജി ഇട്ട്, എന്നിട്ട് നിങ്ങൾ എന്നെ ഏതോ ഒരു ബുധനാഴ്ച എന്നെ വീഡിയോ കോൾ ചെയ്ത്. എന്തിനാണെന്ന് എനിക്കറിയില്ല, ഞാൻ എടുത്തില്ല, വീഡിയോ കോൾ എടുത്തിട്ടില്ല. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ റിപ്ലൈ ഇല്ല. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ്. പക്ഷെ റിപ്ലൈ ഇല്ല നെഹിഹേ. അപ്പൊ നിങ്ങളൊന്ന് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ കൊള്ളായിരുന്നു. അപ്പം ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുലേട്ടൻ അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ അതുലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. അവർ വ്യക്തമായിട്ട് ഇവർക്ക് ഒരു കൊളാബും കാര്യങ്ങളൊക്കെ ഇടുകയും അത് അങ്ങനെയല്ലാതെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല ഇവരെ പറ്റിയിട്ട് വേറെ വീഡിയോസോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇവർ ഇങ്ങനെ വീഡിയോ ചെയ്ത ശേഷം അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുമില്ല. അല്ലാതെ ഇവരുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ വന്നിട്ട്, അല്ലെങ്കിൽ ഞാനാണെങ്കിലും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരാൾ വന്നിട്ട്, അതുലേട്ടനാണെങ്കിലും വേറൊരു യൂട്യൂബർ ആണെങ്കിലും എവിടെയും വന്നിട്ട് ഇവരെ പറ്റിയിട്ടൊന്നും ആരെയും പറയുന്നത് കണ്ടിട്ടില്ല. നമ്മളെല്ലാവരും കണ്ടൊരു കാര്യം, നമ്മളെല്ലാവരും വിമർശിക്കാറുണ്ട്. രേണുസുധീനെ വിമർശിക്കാറുണ്ട്, അല്ലാതെ അവരുടെ വീട്ടുകാരെയൊന്നും ആരും പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ വന്നിട്ട് ഇവരെ പറഞ്ഞു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വല്ല വീഡിയോസും കാര്യങ്ങളും ഉണ്ടോയെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾ എപ്പോഴാണ് ഞാൻ ചെറുകാരെ അടിക്കാൻ ശ്രമിച്ചത്, എപ്പോഴാണ് ദ്രോഹിക്കാൻ ശ്രമിച്ചത്, ഏത് വീഡിയോയിലൂടെയാണ് എനിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ പബ്ലിക്കിൽ വന്ന് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്റേതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാണ്ട് കുടുംബത്തിൽ ഇരുന്ന് നിങ്ങളെ വിളിച്ച് ഡ്രാഗ് ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ല. ആ ബിഷപ്പിന്റെ പള്ളിയിൽ കൈക്കാരനായിരുന്നു രേണുവിന്റെ അച്ഛൻ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാജ ബിഷപ്പാണ് അവൻ. കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഒരുത്തന്റെ പള്ളിയിൽ കൈക്കാരനായിട്ട് രേണുവിന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പൊ രേണു അതിന് ഉത്തരം പറയണം. എന്താണ് പിന്നെ കുട വാങ്ങി ബാഗ് വാങ്ങി എന്നൊക്കെയുള്ള കേസ് രേണു പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് ആ നാറിയെ പ്രൊമോട്ട് ചെയ്തെന്നുള്ളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ചോദ്യമല്ല ഞാൻ ചോദിച്ചത്. അതിന് രേണുവല്ല ഉത്തരം തരേണ്ടത്. അതിന് നേരെ ഉത്തരം തന്ന പകരം എന്നെ ചെപ്പടിച്ചിരിക്കും എന്നുള്ള രീതിയിലാണ് രേണു കയറിയിരിക്കുന്നത്. നേരെ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് അതുലേട്ടൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ അവരെ ചോദിച്ചേക്കുന്നത് ബിഷപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വ്യാജ കാര്യങ്ങളും ആയിട്ടുള്ള
വ്യാജ ബിഷപ്പ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവരെ ആക്രമിക്കുന്ന രീതിയിൽ അവരുടെ ഫാമിലിയെ അത്യധികം മോശം രീതിയിൽ അവരുടെ ഫാമിലി മാറ്റേഴ്സിലേക്ക് കൊണ്ടുചെന്ന ഈ പറയുന്ന ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇവർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇവർ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് നമുക്കറിയില്ല. ഇവർ വന്നിട്ട് ഇവരെല്ലാവരും അതായത് രേണുസുദിന് മാത്രമല്ല ഇവർക്കൊന്നും പുറത്തിറങ്ങിപ്പോലും നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഇനി ഒരു ഇന്റർവ്യൂ കൂടിയുണ്ട്, നമുക്ക് അതുകൂടി ഒന്ന് കേട്ടേക്കും. അതിൽ രേണുസുദി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. രണ്ടാമത് ഈ നമുക്കെതിരെ വരുന്ന കുറച്ച് കമന്റ്സ് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, പക്ഷെ കടിച്ചു പിടിച്ച് ചിലപ്പോ റിയാക്ഷനും എടുക്കും, അവരുടെ പേരും മെൻഷൻ ചെയ്യും, ചിലപ്പോ അവര് ഫേമസ് ആകും. അപ്പം അതിനോട് എനിക്ക് അങ്ങനെ ഇനിയും ചെയ്യണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം അവരെ എന്തിനാണ് നമ്മൾ ഫേമസ് ആക്കണം, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ റീസെന്റ് ഒരു ചേട്ടൻ ഒരു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടനും ചേച്ചിയും വൈഫും. അത് വേണ്ടായിരുന്നു പിന്നെ കിട്ടും, അവർക്ക് അതാണ് വേണ്ടത്. ഈ പറഞ്ഞവർക്ക് ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, അങ്ങനെ വേണ്ട. ഈ പറഞ്ഞവർക്ക് അതാണ് ആവശ്യം. ഞങ്ങൾ റിയാക്ട് ചെയ്യാം, പിന്നെ അവരോ പിന്നെ ഞങ്ങൾ റിയാക്ട് ചെയ്യാം. അങ്ങനെ ഇപ്പൊ സുഖിക്കാണ്, ഞങ്ങൾ പറയുന്നില്ല. അതിലിപ്പോ പറയാ വാരി കൊടുത്തു എന്ന് പറഞ്ഞ ഫീൽ. നമ്മളിപ്പോ ഒരു ചേച്ചിക്ക് ഒരു അനിയൻ മാറി കൊടുക്കുന്ന ഒരു ലെവലാണ് ഞാൻ കൊടുക്കുന്നത്. അത് അത്രയും മീഡിയാസ് അത്ര ആൾക്കാര് ഉണ്ട്. അത് റിയാക്ട് ചെയ്യാൻ മാത്രം എനിക്കൊന്നും തോന്നില്ല. എന്നാൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ കൂടെ നല്ല രീതിക്ക് റിയാക്ട് ചെയ്യാം, പറയുന്ന വാക്കുകൾ വെച്ച് ചെയ്യാം. വാരിക്കൊടുത്തൊരു വിഷയം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ താഴെ വരുന്ന കമന്റുകളാണ് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അത് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അധികവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതാണ്. അതായത് ഇങ്ങനെ പിന്നീട് അവരുടെ കുടുംബവും കാര്യങ്ങളും കുടുംബകലഹം കാര്യങ്ങൾ ഉണ്ടാവുന്നു, പിന്നീട് ഡിവോഴ്സ് കാര്യങ്ങൾ, ഇതൊക്കെ കമന്റ് ബോക്സിൽ ആൾക്കാർ ഒരുപാട് വന്നിട്ട് പറയുന്ന സമയത്ത് അതൊക്കെ എടുത്തിട്ടാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്തിനാണ് ഇത്രയും സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അത് പ്രൈവറ്റ് ആയിട്ട് ചെയ്താൽ പോരെ. നിങ്ങൾ ഇത്രയും നെഗറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം നെഗറ്റീവ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് പ്രതീക്ഷിന്റെ കാര്യം നമുക്കറിയാം. രേണുസുദിക്ക് വരുന്ന നെഗറ്റിവിറ്റി, ആ ഒരു നെഗറ്റിവിറ്റിയുടെ പിന്നാലെ പാഞ്ഞ് അതുവഴി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന വ്യക്തി. അവര് ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ റീച്ച് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആള് തന്നെ നേരത്തെ ഒരു ഓഡിയോ നമ്മൾ കേൾപ്പിച്ച ഓഡിയോയിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഞാനിങ്ങനെ അതായത് ആ വരുന്ന നെഗറ്റീവ് തന്നെയാണ് ഇവർക്ക് കിട്ടുന്ന റീച്ച്. നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ റീച്ച് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇവർ മനഃപൂർവ്വം ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവിടെ നിന്ന് എന്താ പറയുക ഇവർ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് തന്നെയാണ്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.